ഹലോ ഫ്രണ്ട്സ്, ഐ ആം റോയ് ജോൺ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലാംബ് ഷാങ്ക്സ് ഡിഷാണ്. ഒമാനി അറേബ്യൻ ഫ്യൂഷൻ സ്റ്റൈലിൽ ഒരു കംപ്ലീറ്റ് ഡിന്നർ മെയിൻ കോഴ്സാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് വാച്ച് ആൻഡ് എൻജോയ്. ന്യൂസിലാൻഡ് ലാംബ് ഷാങ്ക്സ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഹൈലി റെക്കമെൻഡഡ് ഡിഷ് ആയതുകൊണ്ട് ഇത് ഞങ്ങൾ ഫസ്റ്റ് നൈറ്റ് ഡിന്നർ മെയിൻ കോഴ്സായിട്ട് ഇപ്പോൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനുള്ള മസാല എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ക്രഷ് ചില്ലി ഒഴികെ മറ്റെല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കൊരു പാനിലേക്കിട്ട് മീഡിയം ഹീറ്റിൽ റോസ്റ്റ് ചെയ്ത് എടുക്കാം. നന്നായി തണുത്തതിന് ശേഷം ഒരു ബ്ലെൻഡറിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ലാംബ് മറിനേറ്റ് ചെയ്യാനായിട്ട് മസാല മിക്സ് തയ്യാറാക്കാം. നമ്മൾ പൊടിച്ചെടുത്ത മസാല 3 ടീസ്പൂൺ, ക്രഷ്ഡ് ചില്ലി ഒരു 3 ടീസ്പൂൺ ചേർക്കാം, ടാമറിൻഡ് പൾപ്പ് ഒരു 3 ടീസ്പൂൺ, ക്രഷ്ഡ് ഗാർലിക്കും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഡേറ്റ് വിനിഗർ അല്ലെങ്കിൽ വൈറ്റ് വിനിഗർ 2 ടീസ്പൂൺ. റിയൽ അറബിക് സ്റ്റൈലിൽ അവർ വിനാഗിരി കൂടുതൽ ചേർക്കാറുണ്ട്. ഇവിടെ നമുക്ക് പുളിപ്പ് കുറയാൻ വേണ്ടി കുറച്ച് ചേർത്തു എന്നേ ഉള്ളൂ. ലാംബ് ഷാങ്ക്സിൻ്റെ ഔട്ടർ പാർട്ട് സ്കിന്നെല്ലാം നന്നായി നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് എടുക്കാം. വാഷ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കിയ മസാല നമുക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. ലാമ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നന്നായി നമുക്ക് തേച്ച് പിടിപ്പിക്കാം. കവർ ചെയ്ത് ഒരു 5 മണിക്കൂർ മറിനേറ്റ് ചെയ്ത് വയ്ക്കാം. 2 രീതിയിൽ നമുക്ക് ലാമ്പ് കുക്ക് ചെയ്യാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലും ഒരു പൈറക്സ് ഡിഷിലും അല്പം ഒലിവ് ഓയിൽ ഒഴിച്ച് വയ്ക്കാം. 140 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഓവനിൽ 2 മണിക്കൂർ കുക്ക് ചെയ്യാം. പാത്രം ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് 1.5 മണിക്കൂർ ചെറിയ ചൂടിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു സലൂണ സോസ് പ്രിപ്പയർ ചെയ്യാം. ഡ്രൈ ലെമൺ ഇടിച്ചിട്ട് അതിൻ്റെ അകത്തെ ബ്ലാക്ക് പാർട്ട് നമുക്കെടുത്ത് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നന്നായി ചോപ്പ് ചെയ്ത് എടുക്കാം. ഒരു പാനിൽ ഒലിവ് ഓയിലോ ഗീയോ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നമുക്ക് അനിയൻ, ജിഞ്ചർ, ഗാർലിക് ഫ്രൈ ചെയ്തിട്ട് അതിൽ ടൊമാറ്റോയും ടൊമാറ്റോ പ്യൂരിയും ആഡ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പൗഡേർഡ് മസാല 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ലെമൺ ഫ്ലേക്സും ചേർത്ത് നന്നായി വഴട്ടിയെടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. കുക്കാകുമ്പോൾ അതിലേക്ക് കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അനിയൻ പൊമഗ്രനേറ്റ് സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഉപ്പും വിനാഗിരിയും ചേർത്ത് ഒനിയൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒലിവ് ഓയിലും ചേർത്ത് എടുക്കാം. കുക്കമ്പർ, മാംഗോ, മിൻറ്റ്, ഗ്രീൻ ചില്ലി, യോഗട്ട് റൈത്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഇനി നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തത് ഒരു പാനിലിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാക്കാം. ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, ക്രഷ് ചില്ലി, സോൾട്ട് ആൻഡ് പെപ്പർ മിക്സ് 1 ടീസ്പൂൺ എന്നിവ ആഡ് ചെയ്യാം. മീഡിയം ചൂടിൽ ഒരു 8 മിനിറ്റ് നമുക്ക് സ്റ്റിർ ഫ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ചോപ്പ് പാഴ്സ്ലി ആഡ് ചെയ്യാം. സൈഡ് ഡിഷസ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പാത്രങ്ങളിലാക്കി മാറ്റി വയ്ക്കാം. പാത്രത്തിൽ വെച്ച ലാമ്പ് നന്നായി കുക്കായിട്ടുണ്ട്. Wow, it's looking nice. ഓവനിൽ വെച്ച ലാമ്പും നന്നായി കുക്കായിട്ടുണ്ട്. സാഫ്രൺ ചേർത്ത് കുക്ക് ചെയ്ത റൈസ് ഒരു ബനാന ലീവ്സ് ലൈനിങ് ചെയ്ത ബാസ്ക്കറ്റിലേക്ക് നമുക്ക് വിളമ്പാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സലൂണ സോസ് നമുക്ക് അതിലൊഴിക്കാം. പാത്രത്തിൽ കുക്ക് ചെയ്ത ലാമ്പ്, ഓവനിൽ കുക്ക് ചെയ്ത ഒരു പീസ്, ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് നന്നായി ഗാർണിഷ് ചെയ്ത് നമുക്ക് എടുക്കാം. ഒരു ലെമൺ റിൻഡിൻ്റെ അകത്ത് ബട്ടർ, ഒലിവ് ഓയിൽ, ഒരു തീക്കനൽ എന്നിവ വെച്ചാൽ അതൊരു നല്ല പുക വന്നിട്ട് ഒരു സ്മോക്ക് ഫ്ലേവർ നമ്മുടെ മീലിന് ലഭിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും പുതിയ പുതിയ വെറൈറ്റി ഡിഷസുമായി വീണ്ടും കാണാം.